നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. അതിരപ്പിള്ളിയിൽ വീണ്ടും കബാലിയുടെ വിളയാട്ടം. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ വിദ്യാഭ്യാസ സമ്മേളനം സംഘടിപ്പിച്ചു. മൂലംകുടം പാർവണം ട്രസ്റ്റ് വായനാ പക്ഷാചരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ബോച്ചെ സമാന്തര ലോട്ടറിക്കെതിരെ പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക്. അതിരപ്പിള്ളിയിൽ വീണ്ടും കബാലിയുടെ വിളയാട്ടം. വാഹനയാത്രക്കാരെ 1.5 മണിക്കൂർ നേരം ഭീതിയിലാഴ്ത്തി. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് സംഭവം. 12:50 ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് പോയ KSRTC ബസ് ആദ്യം തടഞ്ഞു. ഡ്രൈവർ പുതിയ ആളായതുകൊണ്ട് ആനയെ കണ്ട് ഭയന്ന് ബസ് റോഡിന്റെ നടുവിൽ നിർത്തിയതോടെ വാഹന ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. ഏകദേശം അരമണിക്കൂറോളം സമയത്തിനു ശേഷം പിന്നിൽ വന്ന ചീനിക്കാസ് ബസ്സിലെ ഡ്രൈവർ ബസ് മുന്നോട്ടെടുത്തപ്പോൾ ആന പതുക്കെ റോഡിൽ നിന്ന് കാട്ടിലേക്ക് മാറി നിന്നതോടെയാണ് വാഹനങ്ങൾ പോകാൻ സാധിച്ചത്. അതിനിടയിൽ യാത്രക്കാരിൽ ചിലർ ആനയുടെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ ശ്രമിച്ചതോടെ ആന യാത്രക്കാരെ ഓടിക്കുകയും ചെയ്തു. കുറെ നാളുകൾക്ക് ശേഷം കബാലി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ വാഹനങ്ങൾക്ക് ഭീഷണിയാവുകയാണ്. റോഡിലിറങ്ങി അഭ്യാസങ്ങൾ കാണിച്ചെങ്കിലും വാഹനങ്ങൾക്ക് നേരെ ആക്രമണമൊന്നും നടത്താതിരുന്നത് ഭാഗ്യം. രാവിലെ 8:10 ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് പോയ KSRTC ബസും കബാലി തടഞ്ഞിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ റോഡിൽ നിന്ന് മാറി നിന്ന ശേഷമാണ് വാഹനങ്ങൾക്ക് പോകാൻ സാധിച്ചത്. പ്രവചനങ്ങളെ അപ്പാടെ അട്ടിമറിച്ചുകൊണ്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക ചർച്ചാവേദി സംഘടിപ്പിച്ച സംവാദം വ്യത്യസ്ത രാഷ്ട്രീയ ചേരികളുടെ ഏറ്റുമുട്ടൽ കൊണ്ട് കൌതുകകരമായി. 2024 ജനവിധിയുടെ അർത്ഥാന്തരങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന സംവാദത്തിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് മാസ്റ്റർ, BJP സംസ്ഥാന കമ്മിറ്റി അംഗം പ്രിന്റു മഹാദേവ് ആഗ്നേയ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് എന്നിവരാണ് 3 മുന്നണികളെ പ്രതിനിധീകരിച്ച് സംസാരിച്ചത്. ഒപ്പം തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനത്തിന്റെ കൺവീനർ M സുൽഫത്തും തുടർന്ന് മാധവൻ പുറച്ചേരി, ഫാദർ ജോൺ കവലക്കാട്ട്, ബാബു P തോമസ്, ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ, KC ഹരിദാസ്, ചന്ദ്രൻ മനവളപ്പിൽ, MA ബാബു, PT വിൽസൺ, KC ജയൻ, VK ചന്ദ്രൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. മാധ്യമപ്രവർത്തകനായ N പത്മനാഭൻ മോഡറേറ്ററായി. ആദ്യത്തെ 3 മണിക്കൂറുകളിൽ മനുഷ്യൻ അവര് പിന്നെ വടം കെട്ടി തടയുകയായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയും ഉണ്ടാകും. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ വിദ്യാഭ്യാസ സമ്മേളനം സംഘടിപ്പിച്ചു. തൃശൂർ ജില്ല സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സമ്മേളനം ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ വെച്ച് നടത്തി. ജില്ലാ പ്രസിഡന്റ് KS ജയചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ശങ്കു T ദാസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാനികേതൻ സ്കൂളുകളിൽ വിദ്യാഭ്യാസത്തോടൊപ്പം സംസ്കാരം വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ട് മാതൃകാ പൌരന്മാരായി വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി TB ഗണേശൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഠന മികവ് പുലർത്തിയ വിദ്യാലയങ്ങൾക്കുള്ള പുരസ്കാരം ചടങ്ങിൽ വിതരണം ചെയ്തു. വേദഗണിത പണ്ഡിതനായ TN ശാരചന്ദ്രൻ, മേളം കലാകാരൻ കേളത്ത് സുന്ദരൻ മാരാർ, സംഗീത സംവിധായകൻ ബിഷോയ് അനിയൻ എന്നിവർക്ക് കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സംഘടനാ സെക്രട്ടറി R അനീഷ് കുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് M വേണുഗോപാൽ, ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ G പത്മനാഭസ്വാമി, ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് രാകേഷ് C എന്നിവർ സംസാരിച്ചു. 2 ഘട്ടങ്ങളിലായി നടന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ആദ്യഘട്ടത്തിൽ ജില്ലാ സെക്രട്ടറി വിനോദ് MV സ്വാഗതവും സംസ്ഥാന മാതൃഭാരതി ട്രഷററും തൃശൂർ ജില്ലാ ട്രഷററുമായ ദിവ്യ ഷാജി നന്ദിയും അറിയിച്ചു. എനിക്ക് തോന്നുന്നു ഇത്തരം മുന്നേറ്റങ്ങൾക്ക്, ഇത്തരം കൂട്ടായ്മകൾക്ക്, ഇത്തരം കൂട്ടായിട്ടുള്ള ആലോചനകൾക്ക് ഈ കാലഘട്ടത്തിൽ വലിയ പ്രസക്തിയുണ്ട്. കാരണം വിദ്യാഭ്യാസം എന്നതിൻ്റെ നിർവചനത്തെ തന്നെ പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്. നാം ഏവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായിട്ട്
നമ്മോടൊപ്പമുള്ള ശ്രേഷ്ഠ വ്യക്തിത്വം അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് ആണ്. മൂലംകുടം പാർവണം ട്രസ്റ്റ് വായനാ പക്ഷാചരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. സാഹിത്യകാരനും മുൻ സാഹിത്യ അക്കാദമി പബ്ലിക്കേഷൻ ഓഫീസറുമായ ED ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. SSLC +2, LSS, USS ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു. പാർവണം ട്രസ്റ്റ് പ്രസിഡന്റ് PR ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ട്രസ്റ്റ് അംഗം PK അജയകുമാർ സ്വാഗതം ആശംസിച്ചു. ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് CS അനീഷ്, പാർവണ സഖി മെമ്പർ രാജി അഭിലാഷ്, PR ശാരിക ടീച്ചർ, പ്രഭ ശ്രീധരൻ, പാർവണം ട്രസ്റ്റ് സെക്രട്ടറി PS അഭിലാഷ് എന്നിവർ സംസാരിച്ചു. എല്ലാ സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ, എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, അധ്യാപകരാവട്ടെ, പ്രായപൂർത്തിയായവരാവട്ടെ. കൊടകരയിൽ വി ഡാൻസ് യോഗ ആൻഡ് ഫിറ്റ്നസ് സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ നോർത്ത് പോയിന്റ് ബിൽഡിംഗിൽ ആരംഭിച്ച വി ഡാൻസ് യോഗ ആൻഡ് ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം സിനിമാ സീരിയൽ താരം വരദ നിർവഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ മുഖ്യാതിഥിയായിരുന്നു. 3 മണി മുതൽ 4 മണി വരെ ജെറി ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ സൌജന്യ ഡാൻസ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. സുംബ, വെസ്റ്റേൺ, കണ്ടംപററി, ഫ്രീ സ്റ്റൈൽ, ഹിപ് ഹോപ്പ്, ക്ലാസിക്കൽ തുടങ്ങിയവയിൽ വിദഗ്ധർ പരിശീലനം നൽകുന്നു. വനിതകൾക്ക് മാത്രമായി പ്രത്യേകം ക്ലാസുകൾ നടത്തുന്നുണ്ട്. എല്ലാവരുടെയും താങ്ക് യു പറയാനും ഉദ്ഘാടനത്തിന് വന്ന നിങ്ങൾക്കും നന്ദി പറയുന്നു. ഇനി വേണ്ടത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ്. കാരണം ഇതുപോലൊരു സ്ഥലത്ത് ഇങ്ങനൊരു സ്ഥാപനം തുറന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ സപ്പോർട്ട് എനിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് അറിയുന്നവരുടെ അടുത്ത് പറയാം, നിങ്ങളും വന്നിട്ട് സുംബയൊക്കെ പഠിച്ച് ചെയ്ത് ഹെൽത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, ഡാൻസ് പഠിക്കുക, മത്സരിക്കുക, അല്ലേ? എല്ലാത്തിനും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണമെന്നുണ്ട്. വേണ്ട നല്ല സേവനം കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സാമ്പത്തിക നേട്ടം മത്സരങ്ങളൊക്കെ നേടാൻ കഴിയില്ല. ഇത് ഞാൻ ഉറപ്പ് പറയാം. കാരണം ഞങ്ങളിപ്പോൾ കുറേ കാലം ജനപ്രതിനിധികളായിട്ട് ഇവിടെ വന്നുള്ള കടകളൊക്കെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്ന കടകൾ അല്ലെങ്കിൽ ഷോപ്പുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, മറ്റു സ്ഥാപനങ്ങളൊക്കെ പരിശോധിച്ചാൽ അറിയാവുന്ന ഒരു കാര്യമാണ്. കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ രക്ഷിച്ചു. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ ശ്രീവരുണൻ എന്ന ഇൻബോർഡ് വള്ളത്തിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു. കടലിൽ 5 നോട്ടിക്കൽ മൈൽ അകലെ കാര വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് എഞ്ചിൻ നിലച്ച് കുടുങ്ങിയ വലപ്പാട് സ്വദേശി പള്ളത്ത് മനുകുമാറിന്റെ ഉടമസ്ഥയിലുള്ള ഇൻബോർഡ് വള്ളവും വലപ്പാട് സ്വദേശികളായ 50 മത്സ്യത്തൊഴിലാളികളെയുമാണ് ശക്തിയായ കാറ്റിലും മഴയിലും രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത്. രാവിലെ 8 മണിയോടെ വള്ളവും തൊഴിലാളികളും കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചു. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VM ഷൈബു, VN പ്രശാന്ത് കുമാർ, ER ഷിനിൽകുമാർ, റെസ്ക്യൂ ഗാർഡുമാരായ പ്രമോദ്, റഫീഖ്, ബോട്ട്സ് റാങ്ക് ദേവസി മുനമ്പം എന്നിവരും നേതൃത്വം നൽകി. വാർഷിക അറ്റകുറ്റപ്പണികൾ നടത്താത്തതും കാലപ്പഴക്കം ചെന്നതുമായ മത്സ്യബന്ധന യാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുകൊണ്ടും അപകടങ്ങൾ കടലിൽ തുടർക്കഥയാകുന്നു. ഈ ആഴ്ചയിൽ തന്നെ 4ാമത്തെ യാനമാണ് കടലിൽ അകപ്പെടുന്നത്. ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ 2 ബോട്ടുകൾ ചേറ്റുവയിലും അഴീക്കോടും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KV സുഗന്ധകുമാരി അറിയിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ദീക്ഷാരംഭ് സംഘടിപ്പിക്കുന്നു. ഈ വർഷം നടപ്പിലാക്കുന്ന FYUGPയുടെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ വിപുലമായ പരിപാടികളാണ് ഒരുക്കുന്നത്. ജൂലൈ 1 രാവിലെ 9:15 ആരംഭിക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, സഹൃദയ കോളേജ് മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ ആന്റോ വട്ടോളി, PTA പ്രസിഡന്റ് തോമസ് മാത്യു എന്നിവർ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അഭിസംബോധന ചെയ്യും. സംസ്ഥാനതല FYUGP ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. തത്സമയ സംപ്രേഷണം ഉണ്ടായിരിക്കും. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി 4 വർഷ ബിരുദത്തെക്കുറിച്ചുള്ള ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിക്കും. പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ പ്രവീൺ ചെറിയത്തിന്റെ പ്രഭാഷണവും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറും. ബോച്ചേറ്റി സമാന്തര ലോട്ടറിക്കെതിരെ പ്രതിഷേധം. ബോച്ചേട്ടി ലക്കി ഡ്രോ എന്ന സമാന്തര ലോട്ടറിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കൊടകര മേഖലയിൽ ലോട്ടറി സംയുക്ത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം കൊടകര ഫ്ളൈ ഓവർ ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു. TB ദയാനന്ദൻ ഉദ്ഘാടനം ചെയ്തു.
KLA സംസ്ഥാന കമ്മിറ്റി അംഗം ജെയ്സൺ അധ്യക്ഷനായിരുന്നു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ CITU കൊടകര ഏരിയ സെക്രട്ടറി PD നെൽസൺ സ്വാഗതം ആശംസിച്ചു. ഹരി പള്ളത്തേരി നന്ദി അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില സ്വർണം ഗ്രാമിന് 6625 രൂപ, പവന് 53,000 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ വീണ്ടും. അതിരപ്പിള്ളിയിൽ വീണ്ടും കബാലയുടെ വിളയാട്ടം. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ വിദ്യാഭ്യാസ സമ്മേളനം സംഘടിപ്പിച്ചു. മൂലംകുടം പാർവണം ട്രസ്റ്റ് വായനാ പക്ഷാചരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ബോച്ചേറ്റി സമാന്തര ലോട്ടറിക്കെതിരെ പ്രതിഷേധം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.